ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മധ്യ കർത്താവിന്റെ വചനവുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എന്റെ ജീവിതത്തിനകത്ത് ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. മനോഹരമായ ഒരു രാത്രികാലം ദൈവം നമുക്ക് പ്രദാനം ചെയ്തല്ലോ. അനേകർ രോഗികളായി ഭാരപ്പെടുമ്പോൾ, അനേകർ വലിയ പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കുമ്പോൾ, പെട്ടെന്നുള്ള മരണത്താൽ അനേകർ മാറ്റപ്പെടുമ്പോൾ, ജീവനോടിരുന്ന യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കുവാൻ ഈ സൂമിനകത്തൂടെ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ ദൈവം അവസരം ഒരുക്കിയല്ലോ. ഈ അവസരം ദൈവത്താൽ നമുക്ക് കിട്ടിയ അവസരമാണ്. അതുകൊണ്ട് ആരും ഇതിനെ ഉപയോഗശൂന്യമാക്കാതെ കൃപകൾ പ്രാപിക്കുവാൻ നിരന്തരമായി നടത്തപ്പെടുന്ന ഈ മീറ്റിംഗിൽ പരിശുദ്ധാത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചേർന്ന് ആത്മാവ് തൊടുന്ന രീതിയിൽ ആ സ്പർശനങ്ങൾ അനുഭവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എനിക്കറിയാം, നീറുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ഇരിക്കുന്ന വ്യക്തികളിനകത്തുണ്ട്. രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്. തലമുറയോർത്ത്, കുടുംബത്തെ ഓർത്ത്, കുടുംബ ജീവിതത്തെ ഓർത്ത്, കടഭാരത്തെ ഓർത്ത്, പല വിഷയങ്ങൾ, ബിസിനസ്സിനെ ഓർത്ത്, പലതിനെ ഓർത്ത് കരയുന്നവർ, ആരോടും പറയാൻ കഴിയാതെ ഉള്ളിന്റെ ഉള്ളിൽ ഞെരുക്കത്തോടെ വിഷമത്തോടെ ആയിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു. ഈ വചനങ്ങൾ കേൾക്കുന്ന ആശ്വാസമേറുന്ന വചനങ്ങൾ, പാട്ടുകൾ, ആരാധനയൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമാണ്. കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. ഒത്തിരി ദൈവദാസികൾക്ക് ഇരിപ്പുണ്ടല്ലോ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ. ഈ രണ്ടയ്ക്ക് ആധാരമായി എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗം വായിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഫെസോസിലെ സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ താൻ എഴുതി, ആത്മാവിൽ എഴുതിയ ഒരു കാര്യമാണ്: അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്ക. അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്കാണ്, ഒരു വാചകമാണ്. ഇന്ന് ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞതിന് പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഇന്ന് അനേകർ ഉറങ്ങിയിരിക്കുക. സാധാരണ ഉറക്കത്തിൽ, ആത്മീയ ഉറക്കത്തിൽ കിടക്കുന്ന സഭയെ ഉണർത്തുവാൻ പൗലോസ് എഫെസോസിലെ പട്ടണം നമുക്കറിയാം. അവിടെ ഭരിച്ചിരുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. അത് അവിടെ അടയ്ക്കുവാണ് കൊണ്ടിരിക്കുമ്പോൾ ബലഹീന മനുഷ്യനായിരിക്കുന്ന ആ പൗലോസ് ആ പട്ടണത്തിൽ കാലെടുത്ത് വയ്ക്കുക മാത്രമല്ല, അർത്തമീസിന്റെ ശക്തി ഏതുമില്ല എന്ന് തന്റെ മേൽ വെളിപ്പെടുത്തുന്ന അത്യന്ത ശക്തി കൊണ്ട് തെളിയിച്ച് അവിടെ ഒരു സഭ ഉടലെടുക്കുമ്പോൾ, ആ സഭ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ, ആ സഭ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ ഉണർത്തുവാൻ വേണ്ടി താന് ലേഖനം എഴുതി. അതിന് 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ സ്പഷ്ടമായി വായിച്ചാൽ അവിടെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. അതൊന്നും പറയാൻ സമയമില്ലെങ്കിലും അതിന്റെ 1-ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ട: ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. അവരുടെ അനുകരണം പലപ്പോഴും വഴിതെറ്റിപ്പോയി. പല മനുഷ്യരെ അനുകരിക്കാൻ തുടങ്ങി, പലരെ നോക്കാൻ തുടങ്ങി. അവരോട് പറയുന്നു, നിങ്ങൾ അവരെ ആരെ നോക്കരുത്, ദൈവത്തെ അനുകരിക്കണം. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പി. സഭയോട് പറയാ, സ്നേഹത്തിൽ നടപ്പി. ജനത്തോട് പറയാ, സ്നേഹത്തിൽ നടപ്പി. ഇന്നത്തെ കാലഘട്ടം സ്നേഹം കുറഞ്ഞു പോകുന്ന കാലഘട്ടമാ. സ്നേഹത്തിലാണോ നമ്മൾ നടക്കുന്നത്? നമ്മുടെ ജീവിതത്തിനകത്ത് സ്നേഹത്തിന് വിരുദ്ധമായി, സ്നേഹിക്കുന്നതിന് വിരുദ്ധമായി, മറ്റുള്ളവരെ കണ്ടാൽ അവരെ ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്തുവാനോ കഴിയാതെ, വാക്കുകളുടെ ഒരു സ്നേഹമല്ല, ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇവിടെ പറയുന്നുണ്ട്, അതിൽ എങ്ങനെയാ സ്നേഹത്തിൽ നടപ്പി. അടുത്തൊരു ഭാഗം ഇങ്ങനെ പറയുന്നത്, ഓടിച്ചു പറയുക, ഈ ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറയുക പോലും അരുത്. സഭയോട് പറയുക, ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം, ഇതൊന്നും നിങ്ങളുടെ ഇടയിൽ പാടില്ല. അടുത്ത് പറയുന്നു, അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർത്തയില്ലാത്ത ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. അങ്ങനെ ചെയ്യുന്നവർ അല്ലെങ്കിൽ ദുർനടപ്പുകാർ, ദൈവത്തെ വേണ്ടുന്നതുപോലെ സ്നേഹിക്കാത്തവർ, അത്യാഗ്രഹികൾ, അവിടെ പറഞ്ഞ ദൈവത്തിന്റെ രാജ്യത്തിൽ ഇവർക്ക് പ്രവേശനമില്ല. ഇതിലേതെങ്കിലും നമ്മുടെ ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മളവരെ കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നമുക്ക് ദൈവരാജ്യത്തിൽ പോകാൻ പറ്റുന്നില്ല. പൊട്ടച്ചൊല്ല് പറയുന്ന വ്യക്തിയാണോ, കളിവാക്ക് പറയുന്ന വ്യക്തിയാണോ, അകത്ത്
പരിശുദ്ധാത്മാവ് വ്യക്തമായി ഉണ്ടെങ്കിൽ ആമേൻ വ്യർത്ഥ വർത്തമാനങ്ങളിൽ സമയം പോക്കാതെ അത് നമ്മൾ കേൾക്കുക, നമ്മുടെ ചെവി അങ്ങോട്ട് ചായ്ച്ചു കൊടുക്കാതെ ആത്മാവ് അകത്തിരുന്നു ഇടപെടും. ഇത് നീ കേൾക്കാൻ പാടില്ല, നീ ഇതിന് ഉത്തരം പറയാൻ പാടില്ല എന്ന് പരിശുദ്ധാത്മാവ് അകത്തൊരു കുറ്റബോധം തരുന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിപ്പോകണം. നമ്മൾ അതിന്റെ കൂട്ടത്തിലിരുന്ന് തമാശ പറഞ്ഞ് ആമേൻ കോമഡികൾ പറഞ്ഞ് കളിച്ചും ചിരിച്ചും പോകുവാനുള്ള വ്യക്തികളല്ല. ദൈവരാജ്യം നാം അറിയാതെ നമ്മിൽ നിന്ന് അകന്നു മാറുവാൻ നമ്മുടെ ജീവിതത്തിനകത്ത് പൈശാചികൻ കൊണ്ടുവന്ന തന്ത്രങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഇടയിൽ ആമേൻ ദുർനടപ്പ് പാടില്ല, അശുദ്ധി പാടില്ല. നിങ്ങളുടെ ഇടയിൽ അത് പേർ പറഞ്ഞ പോലെ വരുന്നത്, പൊട്ടച്ചൊല്ല് പാടില്ല, ചീത്തത്തരം പാടില്ല, കളിവാക്ക് പാടില്ല. ഇതൊക്കെ ചേർച്ചയില്ലാത്തവയാണ് പ്രിയമുള്ളവരെ. ഒന്നും അരുത്. ഇവിടെ എടുത്തു പറയുന്നുണ്ട്, ഒന്നും അരുത്. ഒന്നും അരുതെന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നു സ്തോത്രമത്രേ. എന്താ നമ്മുടെ നാവിൽ പറയുന്നത്? സ്തോത്രം. ഇന്ന് മുതൽ ഒന്ന് പറഞ്ഞു തുടങ്ങ്. സ്തോത്രത്തിനകത്ത് ശക്തിയുണ്ട്. ഒരു സ്തോത്രം പറയുമ്പോൾ തന്നെ നമ്മുടെ ഭവനത്തിനകത്ത് വിടുതൽ സംഭവിച്ചു. വിശ്വസിക്ക്. ഒരു സ്തോത്രം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ വിഷയത്തിനകത്ത് വിടുതൽ സംഭവിച്ചു. ഒരു സ്തോത്രം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ രോഗത്തിന്റെ ബന്ധനമായി. വിശ്വസിക്ക്. സ്തോത്രത്തിന് ശക്തിയുണ്ട്. സ്തോത്രം പറയുമ്പോൾ തന്നെ ഭൂതങ്ങൾ അലറിയോട് നിങ്ങളുടെ നാവുകളെ ചലിപ്പിച്ച് സ്തോത്രമെന്ന് യാഗമർപ്പിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് വ്യക്തമായി പൗലോസ് പറയുന്നു, ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിനകത്തരുത്. നിങ്ങളുടെ സ്വഭാവം മാറ്റം വരണം. നിത്യതയിൽ പോകണമോ? എങ്ങനെയെങ്കിലും പോയ നിത്യതയെ പോകാൻ പറ്റത്തില്ല. ആമേ കളിവാക്ക് അത് ഭയങ്കര വിഷയമാ. ആളിനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് പറഞ്ഞത് നിർത്ത്. നാവിനൊരു മനസ്സാന്തരം ഉണ്ടാകട്ടെ. നാം പറയുന്ന വാക്കുകൾ കാരണം മറ്റുള്ളവർ വേദനിക്കരുത്. നാം പറയുന്ന ഒരു ചെറിയ നിസ്സാര വാക്ക് മതിയെന്ന് ആമേ മുറായെന്ന് വിളിച്ചാൽ ആമേ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അഗ്നി നരകത്തിലേക്ക് പോകുമെന്ന് അവൻ നാം അറിയാതെ പറയുന്ന വാക്കുകൾ വേറൊരു ഭാഗത്ത് പറയുന്നു. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും അവിടെ അവൻ വാക്കെന്ന് പറയാമായിരുന്നു. പക്ഷെ ആ വചനം ഇങ്ങനെ പറയും, നിസ്സാര വാക്ക്. നമ്മൾ പലപ്പോഴും പല നിസ്സാര വാക്കുകൾ പറയും, പലരെ കുറിച്ചും പറയും. ആമേ മനസ്സിലാക്കണം. ഇന്ന് രാത്രി കാലം ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, അങ്ങനെ പറയുന്ന ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ പരിശുദ്ധങ്ങൾ ശക്തമായി ഇടപെടുകയാണ്. മടങ്ങി വരണോ? മാപ്പ് ചോദിക്ക്. കർത്താവേ, എനിക്കിതൊക്കെ അറിയാം, പക്ഷെ എന്നെ കൊണ്ട് ആമേ പലപ്പോഴും പാപത്തിലേക്ക് തെറ്റുകളിലേക്ക് എന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ആ ദുഷ്ടന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാ. എന്നെ ഒന്ന് ശക്തിപ്പെടുത്തണമേ. എത്ര പേര് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്? അവൻ ഇതൊക്കെ പറഞ്ഞു വന്ന് താഴോട്ട് വരുമ്പോഴാ പറയുന്നത്, അതുകൊണ്ട് ഉറങ്ങുന്നവൻ നീ ഉറങ്ങി അവൻ ഉറങ്ങിയത് മതിയെന്ന്. ഇനി ഉറങ്ങാൻ അധികം സമയമില്ല. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്നു, മാധ്യമങ്ങൾ വിളിച്ചു പറയുന്നു, പ്രകൃതി നമ്മെ അറിയിക്കുന്നു. യുദ്ധങ്ങൾ യുദ്ധസ്തുതികളും തുടങ്ങിക്കഴിഞ്ഞു. ഹല്ലേലൂയ. മനുഷ്യർ സസ്നേഹികളായി വന്ന് പറയുന്നവരായി, ദൈവവിഗ്രഹികളായി, വാത്സല്യമില്ലാത്തവരായി, അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്ത കാലഘട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ വചനം വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. അരിമനാഥന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോ ഒരിക്കലും എവിടെ വരെ എത്തിയെന്ന എന്റെ വിഷയം. ഒരുങ്ങിയിട്ടുണ്ടോ? ഹല്ലേലൂയ. വിശുദ്ധിയിലാണോ നിൽക്കുന്നത്? സ്വയം ഒന്ന് ശോധന ചെയ്താട്ടെ. എവിടെയെങ്കിലും അഴുക്ക് വച്ചിട്ടുണ്ടോ? ആമേൻ. കൺമോഹം, ചിടമോഹം, ജീവനത്തിന്റെ പ്രതാപങ്ങളെ വിട്ടോട് പറ്റിയിട്ടുണ്ടോ? രാത്രികാലം സ്വയം ശോധന ചെയ്ത് ഇപ്പൊ എന്റെ കർത്താവ് വന്നാൽ ഞാൻ പോകുമോ? ഹല്ലേലൂയ. കാകളനാദം എന്റെ കാതുകളിൽ കേട്ട പോകുമോ? ആരോടെങ്കിലും പിണക്കമുണ്ടോ? ആരോടെങ്കിലും അസൂയുണ്ടോ? ആരോടെങ്കിലും പകയുണ്ടോ? എന്നാൽ ഇന്ന് രാത്രികാലം ഇരിക്കുന്നിടത്ത് നിന്നുകൊണ്ട് പറ, കർത്താവേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിലൊന്ന് സൃഷ്ടിക്കണപ്പാ. ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കണമേ. സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അങ്ങനെ ഇഷ്ടപ്രകാരം, അങ്ങനെ ഹിതപ്രകാരം ഒന്നെ പണിയണമേ. എന്റെ ഉറക്കത്തെ ഒന്ന് മാറ്റണമേ. ആത്മീയ ഉറക്കത്തെ സഭയ്ക്കകത്ത്, ജനജീവിതങ്ങൾക്കകത്ത് ആത്മീയരായി നിന്ന് പലരും ഉറങ്ങിക്കൊണ്ടിരിക്കുക. ആത്മീയരായി നിന്ന് പലരും വീടുകൊണ്ടിരിക്കുക. ദുരുപദേശങ്ങൾ സഭയ്ക്കകത്ത് നുഴഞ്ഞു. അന്ത്യകാലത്തിലെ ലക്ഷണങ്ങൾ പ്രധാനപ്പെട്ടതാ. കള്ള ക്രിസ്തുക്കൾ, കള്ള പ്രവാചകന്മാർ ആമേൻ പലരും കടന്നു വന്നു. പ്രവചനത്തിന്റെ പുറകെ പോകുന്ന ജനങ്ങൾ, വിടുതലിന്റെ പുറകെ പോകുന്ന ജനസമൂഹം. അതിന്റെ ഭക്തി ഞാൻ പറയട്ടെ, വിടുതലല്ല നമ്മുടെ വിഷയം. ആമേൻ രോഗസൗഖ്യമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം നിത്യതയാകട്ടെ. നമ്മുടെ സ്വപ്നം ആ സ്വർഗരാജ്യമാകട്ടെ. കഷ്ടമിരിക്കുമ്പോഴും
ഇരിക്കുമ്പോൾ, രോഗത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ നിന്റെ ദർശനം മങ്ങി പോകരുത്. കൈപ്പടിയല്ലാത്തൊരു നിത്യഭവനോ എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നുണ്ട്. അവിടെ സകല കഷ്ടങ്ങളും അനുഭവിച്ചുകൊണ്ട് തന്നെ തിരുന്നോട്ടെ. രോഗികളായിട്ട് ആരെങ്കിലും ഭാരപ്പെടുന്നവർ വിശ്രമിക്കേണ്ട കേട്ടോ. ഞരങ്ങിക്കൊണ്ടും കരഞ്ഞുകൊണ്ടും ഇരിക്കുന്നവരെ നാം അവിടെ പോകുമ്പോ നമ്മെ നോക്കി പറയുന്ന ഒരു ശബ്ദമുണ്ട്, ഇവർ മഹാ കഷ്ടത്തിൽ കൂടെ വന്നവർ. കഷ്ടമുണ്ടല്ലേ, ദുഃഖമുണ്ടല്ലേ, പ്രതികൂലങ്ങളുണ്ടല്ലേ, ഒന്നുമില്ലാത്തതല്ല ക്രിസ്ത്യ ജീവിതം. എത്രത്തോളം ആഗ്രഹമുണ്ടോ, എത്രത്തോളം ദൈവിക പദ്ധതികൾ നമ്മളെ വേണ്ടോ, അത്രത്തോളം പോരാട്ടം ഉണ്ടായിരിക്കും, അത്രത്തോളം പ്രതികൂലമുണ്ടായിരിക്കും, അത്രത്തോളം ഫൈറ്റിംഗ് ഉണ്ടായിരിക്കും. പക്ഷേ ഇതിനെ ജയിക്കണമെങ്കിൽ സ്വയം ശക്തി കൊണ്ട് പറ്റത്തില്ലല്ലേ. ഗമനഘടക ശബ്ദരെ ആത്മാവിന്റെ ശക്തി നമുക്ക് അധികമായിട്ട് ഈ നാളുകൾ നമുക്ക് കാംക്ഷിക്കാം. അതിനുവേണ്ടി നമുക്ക് യാചിക്കാം. കർത്താവേ, ഇന്നലെ പ്രാപിച്ച കൃപ കൊണ്ട് എനിക്ക് ഇന്ന് നിൽക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രാപിച്ച കൃപ കൊണ്ട് നീക്കത്തില്ല. എന്റെ മേലൊരു പുതിയ അഭിഷേകം തരണമേ, എന്റെ മേലൊന്ന് നിറയ്ക്കണമേ. ഇതിന്റെ ജയിക്കുവാ എന്റെ മേലെ രാമീണമേ അത്യന്ത ശക്തിയുടെ വ്യാപാരം ഞങ്ങളുടെ മേലെ പകരണമേ എന്ന് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കണം. ഇതിനകത്തിരിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുക. ആരംഭത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. ആമേൻ. എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എഴുന്നേൽക്കാൻ കഴിയാതെ ചുവരുകൾക്കകത്ത്, ഒരു റൂമിനകത്ത്, ഒരു വീട്ടിനകത്ത് ഒതുക്കി ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷകളെ വേണ്ടുന്നത് പോലെ ചെയ്തെടുക്കുവാൻ കഴിയാതെ അകത്തളങ്ങളിൽ ഒതുക്കപ്പെട്ട ചിലതിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ഇനി ഒതുക്കാൻ പറ്റത്തില്ല, ഇനി നിങ്ങളെ തകർക്കാൻ പറ്റത്തില്ല. പരിശുദ്ധ പറയുന്നു, ഉണർന്ന് ഒന്ന് എഴുന്നേൽക്കാൻ മനസ്സുണ്ടോ? എഴുന്നേറ്റാൽ വചനം പറയുന്നു, ക്രിസ്തുവിന്റെ മേൽ പ്രകാശിക്കും. എഴുന്നേറ്റ് പ്രകാശിക്കാം. ഈ നാളുകളിൽ, അന്ത്യനാളിന്റെ അവസാന നിമിഷങ്ങൾ നിൽക്കുമ്പോ ഉറങ്ങാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, അഭിഷക്തന്മാരെ, ഉറങ്ങിയത് മതിയെന്ന് ആത്മാവിൽ നിന്ന് സടകുടയാമോ? ആത്മാവിൽ എഴുന്നേക്കാമോ? ആത്മാവിൽ ജാഗരിക്കാമോ? ആത്മാവിൽ പ്രാർത്ഥിക്കാമോ? ആത്മാവിന്റെ പ്രാർത്ഥനകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ജൽപ്പനങ്ങളായി, പ്രകസനങ്ങളായി പ്രാർത്ഥനകൾ തീരുമോ? ഹൃദയത്തിന്റെ ആഴങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി? പ്രാർത്ഥനകൾ പരിധി വെച്ച് ആ പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ജീവന പ്രാണവായുക. ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്ന പ്രാർത്ഥന. ഇതാളുകൾ നഷ്ടപ്പെട്ട് കിടക്കുന്ന പ്രാർത്ഥനയിൽ ഒരു എഴുന്നേൽപ്പ് ദൈവം ആഗ്രഹിക്കുക. നഷ്ടപ്പെട്ട് കിടക്കുന്ന ആരാധനയിൽ ഒരു എഴുന്നേൽപ്പ് കർത്താവ് ആഗ്രഹിക്കുക. ഇവിടെ പറയുന്ന മരിച്ചവരുടെ നിന്ന് നീ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. മരിച്ചവർ ജീവനില്ലാത്ത ഒത്തിരി പേർ കൂട്ടത്തിൽ കാണും, അപ്പുറക്കെ കാണും. ദൈവം നമ്മെ കണ്ടിരിക്കുന്നത് അതിന്റെ നടുവിൽ നിന്ന് എഴുന്നേക്കാൻ വേണ്ടിയാ. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ഒരു ഉണർവ് ലോകത്തിൽ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്. അനേക പ്രവാചകന്മാർ, പ്രവാചകിമാർ വർഷങ്ങൾക്ക് മുമ്പേ അവർ കേട്ട ദൈവശബ്ദം നമ്മളോട് കൈമാറിക്കൊണ്ട്, പ്രിയമുള്ളവരെ, എത്ര പേർ ആഗ്രഹിക്കുന്നു ആ ഉണർവിൽ എനിക്കൊരു പങ്ക് വേണം. കോവിഡ് വന്ന് മരണത്തോട് മല്ലടിച്ച ഒരു വ്യക്തിയെ ഞാൻ. മരിക്കുമെന്ന് എന്റെ മനസ്സിനകത്ത് ഞാൻ ഉറപ്പിച്ചു. കാരണം എഴുന്നേറ്റ് നടന്ന് ആ കട്ടിൽ വിട്ടൊന്ന് എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ ശ്വാസമെടുക്കുവാൻ തടസ്സമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. 3 കുഞ്ഞുങ്ങളുണ്ട്. മൂന്നാമത്തെ കുഞ്ഞിന് എനിക്ക് 4 വയസ്സ് തന്നെയാകും. ചിന്ത മുഴുവൻ ആ കുഞ്ഞിനെ കുറിച്ചായിരുന്നു. കർത്താവ്, ഈ രാത്രിയിൽ ഞാൻ മരിച്ചാൽ എന്റെ ഈ പൊടി കുഞ്ഞിനെ ആര് നോക്കൂ? എങ്ങനെയാ എന്റെ ജീവിതം? എന്റെ കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട്? ഭയം കൊണ്ട്, മരണഭയം കൊണ്ട് ഉറങ്ങാൻ കഴിയാത്ത രാത്രിയുടെ ഭീകര അന്തരീക്ഷങ്ങൾ ജീവിതത്തിനകത്ത് കടന്നുപോയപ്പോ അതിനകത്ത് നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവം മാറുന്നില്ല. ദൈവം വചനം തന്നു. വചനം ഇപ്രകാരം, നീ മരിക്കത്തില്ല. ശക്തിപ്പെടുത്തുക. ദൈവത്തിന്റെ വചനം ആ ആശുപത്രി കിടക്കയിൽ ശക്തിയോട് ഇടപെട്ട് നീ മരിക്കത്തില്ല, നീ മരിക്കത്തില്ല. നമ്മെ നോക്കി ദൈവത്തെ പറയുന്നു. മരണകരമായ അനുഭവങ്ങളിലൂടെ നാം കടന്നുപോയി, ശോധന നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. ഒരു പറയട്ടെ, വാഗ്ദത്തമുള്ളവൻ പാണ്ഡിത്യം കിട്ടിയാലും മരിക്കത്തില്ല. കാരണം ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കാതെ വന്ന് പൈശാചിക രൂപങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ രാത്രികൾ ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ആ വാഗ്ദത്തം ദൈവമാണ് തന്നതെങ്കിൽ ആ വാഗ്ദത്തത്തിന്റെ നിവർത്തിയെന്ന് പ്രാപിക്കുക തന്നെ ചെയ്യും. ഇന്ന് രാത്രികാലം മരണഭാഷങ്ങളെ അഴിക്കുന്ന ഒരു ദൈവം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ആ ദൈവിക ശക്തി ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. മരണഭയങ്ങൾ അഴിഞ്ഞു മാറട്ടെ, മരണത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. ചില കുടുംബങ്ങളെ നോക്കി, ചില വ്യക്തികളെ നോക്കി
പൈശാചിക മണ്ഡലങ്ങൾ വാദിക്കുമ്പോ ഇന്ന് രാത്രിക്കാലം പറ, ഞാൻ മരിക്കത്തില്ല, കാരണം എന്റെ മേൽ ഒത്തിരി വാഗ്ദത്തങ്ങൾ കിടപ്പുണ്ട്. എത്ര പേർക്ക് പറയാൻ പറ്റും? ആ വാഗ്ദത്തമുള്ള നിനക്ക് അവൻ ഒരു ദോഷവും വരുകയില്ല. പത്രോസ് എഴുന്നേറ്റു, അവൻ പ്രസംഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. തനിക്ക് പറയാം, എനിക്ക് പ്രസംഗിച്ച് പരിചയമില്ല, ഇതുവരെ ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. എങ്ങനെയാ പത്രോസ് എഴുന്നേൽപ്പിച്ചത്? അവൻ എഴുന്നേറ്റപ്പോ 3000 പേരുടെ ഹൃദയത്തിനകത്തേക്ക് പാപബോധം ഉണ്ടാകുവാൻ, കുറ്റബോധം ഉണ്ടാകുവാൻ അവർ ചോദിക്കുക, സഹോദരന്മാരെ, പുരുഷന്മാരെ, രക്ഷ പ്രാപിക്കുക, ഞങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞതാ സൊല്യൂഷൻ പറഞ്ഞു. ഞങ്ങൾ പലതും ചെയ്തു, മന്ത്രവാദങ്ങൾ ചെയ്തു, പലതിനെ പറയാൻ പോയി, പക്ഷെ രക്ഷ കിട്ടിയില്ല. അങ്ങ് പറഞ്ഞു തന്നെ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? പത്രോസ് സഭയോട്ട് താമസിക്കാൻ പറഞ്ഞു. ഇന്ന് ഓരോരുത്തർ തങ്ങളുടെ പാപങ്ങൾ പാവങ്ങൾ ഏറ്റുപറഞ്ഞു. ആമേ, മാനസാന്തരപ്പെട്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിക്കാം. അപ്പോൾ പത്രോസ് ഒരുവൻ എഴുന്നേറ്റപ്പോൾ 3000 പേരെ ഒരുവനിലൂടെ നേടുവാൻ കഴിഞ്ഞെങ്കിൽ ഇതിനകത്ത് എത്ര പേരിരിക്കുന്നു? നിങ്ങൾ ആത്മാർത്ഥതയോടെ നിങ്ങളായിരിക്കുന്ന ദേശത്തിൽ, നിങ്ങളായിരിക്കുന്ന സഭയിൽ, നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ നിങ്ങൾ എഴുന്നേറ്റ പ്രാർത്ഥിക്കുന്ന ആന്റിയെ, പ്രാർത്ഥിക്കുന്ന പാസ്റ്ററെ, പ്രാർത്ഥിക്കുന്ന സഹോദരിയെ, നീ ഒന്ന് എഴുന്നേറ്റാൽ ചിലത് നടക്കുമെന്ന് ആത്മാവിൽ പ്രവചിച്ചു ദൂത് കൈമാറുമ്പോൾ പട്ടണങ്ങളുടെ ശൂന്യതകൾ മാറും, പട്ടണങ്ങളുടെ നിലവിളികൾ മാറും, പട്ടണങ്ങളുടെ മ്ലേച്ഛതകൾ മാറും. നിങ്ങളെ പകർന്നിരിക്കുന്ന അത്യന്ത ശക്തി ഇന്ന് രാത്രി കാലം അത് ചെറുതല്ലത്, അത് സ്വർഗത്തിൽ ഇറങ്ങി വന്ന ആത്മാവാണ്. ഹല്ലേലൂയ. പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ആവർത്തിച്ച സെയിം ആത്മാവാ നിങ്ങളുടെ പകർന്നിരിക്കുന്നത്. ആത്മാവ് പ്രാപിച്ചവരിക്കുന്നെങ്കിൽ ഒന്ന് ആത്മാവിന്റെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഉണർന്നു ശരി തന്നെ, ഉറക്കമായിരുന്നു, ഉണർന്നു, പക്ഷെ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. എഴുന്നേൽപ്പാൻ വിടാതെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന ഒരു മനുഷ്യൻ ദേവാലയത്തിന് മുന്നിലിരുന്നു. മുടന്തുള്ളവനായി വർഷങ്ങൾ ബന്ധിക്കപ്പെട്ട ഒരുവൻ. പക്ഷേ പത്രോസ് എഴുന്നേറ്റപ്പോൾ അവൻ മാത്രമല്ലെന്ന് അനേകരെ എഴുന്നേൽപ്പിക്കുവാൻ ഏറ്റെടുത്തു. പത്രോസ് എഴുന്നേൽക്ക മാത്രമല്ല, അവൻ അനേകരെ എഴുന്നേൽപ്പിച്ചു. മുടന്തു മാറ്റുവാൻ തക്കവണ്ണം നോട്ടത്തിന്റെ ദൈവശക്തി അവൻ നോക്കിയപ്പോൾ തന്നെ ആ ദൈവശക്തി മുടന്തനായ മനുഷ്യന്റെ ഞരമ്പുകൾക്കകത്തേക്ക്, അസ്ഥികൾക്കകത്തേക്ക് സർജറി കൂടാതെ, ഒരു സർജറിക്ക് പോകാതെ, റെസ്റ്റ്, ഒരു സർജറിയുടെ മാക്സിമം 3 മാസം റെസ്റ്റ് എടുക്കണം. ആമേ, ഒരു റെസ്റ്റിംഗ് പരിപാടി ഇല്ലാതെ, ആമേ, ബ്ലഡ് വരാതെ, കത്തി തൊടാതെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഏകദേശം 40-ലധികം വയസ്സ് പ്രായമുള്ള ആ മനുഷ്യൻ പത്രോസ് വിളിച്ചു പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചെങ്കിൽ മുടന്ത് പിടിച്ച് കിടക്കുന്ന മദ്യപാനത്തിന് മുടങ്ങുന്നത് ആലയത്തിനകത്ത് കടന്നു വരുവാൻ കഴിയാതെ ചിലരെ പുറത്തിരുത്തിയിരിക്കുമ്പോൾ എഴുന്നേറ്റ പത്രോസേ, നിന്നിലൂടെ ശുശ്രൂഷയുണ്ട്. ഇന്ന് രാത്രി പ്രയോജനപ്പെടുന്ന മുടന്നുള്ളവരെ തുള്ളിച്ചാടിക്കാൻ അകത്തു വരിക മാത്രമല്ലെന്ന്. ഹല്ലേലൂയ. അത് തുള്ളിച്ചാടുക. അവൻ ആരാധനയിലേക്ക് പ്രവേശിച്ചു, അകത്ത് കടന്നു വരുവാനിടയായി തീർന്നു. പഴയ നിയമത്തിനകത്ത് രൂത്ത് എഴുന്നേറ്റു ബോവസിന്റെ വയലിലേക്ക് പോകുക. അവളോട് ചോദിച്ചാൽ അവൾക്കറിയാം അന്യജാതിക്കാരിയാണ്, മോവാബ് ദേശക്കാരിയാണ്. പക്ഷേ അവൾക്ക് വയലെന്തെന്നോ ധാന്യമണികൾ എങ്ങനെ വിറക്കണമെന്നോ ബോവസിന്റെ മുൻ പരിചയങ്ങൾ ഒന്നുമില്ലാതിരിക്കുമ്പോ എഴുന്നേൽക്കുവാൻ അവളുടെ മനസ്സുണ്ടല്ലോ. എല്ലാം അറിയാം, അറിഞ്ഞു കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാമെന്ന് പറഞ്ഞാൽ ആയുസ്സിൽ നടക്കത്തില്ല. പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, എന്റെ ശരീരം ബലഹീനമാ, ശൂലം ഇരിപ്പുണ്ട്, അത് മാറാൻ വേണ്ടി ഞാൻ 3 വട്ടം പ്രാർത്ഥിച്ചു, പക്ഷെ ശൂലം മാറിയില്ല. ദൈവം പറഞ്ഞു എന്റെ കൃപ നിനക്ക് മതി. ആ കൃപയിലാ പൗലോസ് പോകുന്നത്. കൃപയാവരുത്. കൃപയുണ്ടെങ്കിൽ ദേശങ്ങൾ നിനക്കുമ്പോ കീഴടങ്ങും. അർത്തമീസ് തല കുമ്പിടും. അതിന്റെ ഇരിപ്പിടങ്ങൾക്ക് ആറ്റം തട്ട് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ അത് അസാധാരണമായ ദൈവകൃപയാണ്. ചില കോട്ടകൾ മുന്നിലുണ്ട്, അതിനെ ഇടിക്കുവാൻ ശക്തി ആമെ പ്രാപിച്ചുകൊണ്ട് സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഒരു രൂത്ത് എഴുന്നേറ്റു വയലിലേക്ക് പോകുക. അവൾ പോയി നടന്നേയില്ല, അവൾ പെറുക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്തു വയൽ. അവൾക്ക് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോ സ്വന്തമാക്കുവാൻ തക്കവണ്ണം
ദൈവം അവൾക്ക് കൃപ കൊടുത്തെങ്കിൽ ഇത് രൂത്തെ നിന്റെ കാലഘട്ടമാ. ഓ പത്രോസേ, ഇത് നിന്റെ കാലഘട്ടമാ. എങ്ങനെയാണെന്ന് അറിയാതെ ഒരു പട്ടിയെ പോലെ പിറക്കുവാൻ വേണ്ടി മനസ്സോടെ അവൾ ഇറങ്ങിത്തിരിച്ചു. ഓ അവളോട് കനിവ് കാണിക്കുന്ന ഒരു ബോബസ്, കനിവ് കാണിക്കുന്ന ക്രിസ്തു, നിന്നോട് സ്നേഹമോ അയോ സാധാരണ സ്നേഹമല്ലേ, അവസാന തുള്ളി രക്തം വരെ തന്ന ആ സ്നേഹം ഒന്ന് മനസ്സിലാക്ക്. നീ ഇങ്ങനെ ഇരിക്കാനല്ല ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ പ്രാർത്ഥന ശക്തിപ്പെടട്ടെ. ഇതാളുകൾ പ്രാർത്ഥന കുറവുകൾ ഉള്ളവർ, ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നവർ ഇന്ന് രാത്രികൾ ഏൽപ്പിച്ചു കൊടുക്ക്. പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല വേണ്ടതുപോലെ. ഇന്നും പറയുന്നു, എനിക്ക് പഴയതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, യാഗകരണയോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഇതാളുകളിൽ പരിശുദ്ധ പറയുന്നു, പ്രാർത്ഥന ഭയക്കുന്ന ചിലരുണ്ട് കേട്ടോ. മറ്റുള്ളവർക്ക് നീ കാണിക്കുന്ന നീ ചെയ്യുന്ന ഒരു ഭ്രാന്ത് പോലെ തോന്നിയേക്കാം, പക്ഷെ ഒരു ദൃഢനിശ്ചയമുണ്ട്. ഞാൻ ദൈവത്തിന്റെ ദാസനാ, ഞാൻ പറഞ്ഞാൽ ചിലത് നടക്കൂ. ഞാൻ പറഞ്ഞോ മഴ ഉണ്ടാകത്തില്ല, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴ ഉണ്ടാകത്തില്ല. വാക്ക് കണ്ടോ? എഴുന്നേറ്റപ്പോ 850 വാളിന്റെ പ്രവാചകന്മാരും അശേര പ്രതിഷ്ഠകളും വെട്ടുകൊണ്ട് വീണെങ്കിൽ ഓ ജീവനോട് ഒന്നിനെ വിട്ടില്ല, വെട്ടുകൊണ്ട് വീണു. നീ എഴുന്നേറ്റാൽ ചിലത് വെട്ടുകൊണ്ട് വീഴാൻ പോകുക. അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചോ, നോക്കി പ്രാർത്ഥിച്ചോ, കൈ ചൂണ്ടി പ്രാർത്ഥിച്ചോ, വാഹനത്തിൽ വിരുദ്ധ ദേശങ്ങൾക്ക് വേണ്ടി അവകാശം പറഞ്ഞോ. ചില മണ്ഡലങ്ങൾ വെട്ടേറ്റ് വീഴാൻ പോകുക, വെട്ടേറ്റ് വീഴുമ്പോ എഴുന്നേറ്റോ. യെസ്, എഴുന്നേറ്റപ്പോ ചില വെട്ടേറ്റ് വീണതുപോലെ. യെസ്, ഈ നാളുകളിൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. എഴുന്നേക്കണം. ഉറങ്ങിയവർ അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ബൈബിളിനകത്ത് ഉറങ്ങിയ ഒത്തിരി പേര് നമുക്ക് കാണാം. പഴയ നിയമത്തിനകത്ത് ഉറങ്ങിയ ഒരു വ്യക്തിയാണ് ശിംശോൻ. ഹല്ലേലൂയ. അതിനാധാരമായി വചനം വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഇവിടെ പറയുന്നു, അതിശക്തമായി പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ശിംശോൻ. 16-ാം അധ്യായം മുതൽ വായിക്കുമ്പോഴേ അവിടെ ഭയങ്കരമായി ദൈവം അവനെ ശക്തമായി ഉപയോഗിച്ചു. അർദ്ധരാത്രി പുള്ളിക്ക് ഉറക്കമില്ല. അവിടെ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റു. അതിന്റെ 3-ാമത്തെ വാക്യം, ശിംശോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി, അർദ്ധരാത്രിയിൽ എഴുന്നേറ്റു, പട്ടണവാതിന്റെ കതകും കട്ടളക്കാൽ 2 ഓടാമ്പലുകളുടെ പറിച്ചെടുത്തു, ചുമലിൽ വെച്ച് പുറപ്പെട്ട് ഹെബ്രോനെതിരെയുള്ള മലമേഖലകളിൽ കൊണ്ടുപോയി. ആ പുള്ളിയുടെ ഒരു പ്രത്യേകതയാണ്, അർദ്ധരാത്രിയിൽ എഴുന്നേറ്റു. എപ്പോഴാ എഴുന്നേറ്റ്? അർദ്ധരാത്രിയിൽ. ഒരു കാലത്ത് നമ്മൾ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചവരാ ഇല്ലേ? ദൈവാത്മാവ് തട്ടി ഉണർത്തും ഇല്ലേ സിസ്റ്റർമാരെ? ഹല്ലേലൂയ. ഓരോ കാര്യങ്ങളെ വെളിപ്പാട് തരും. ഞാൻ ചോദിക്കുന്നു, ആ പ്രാർത്ഥന ഇന്നുണ്ടോ? തട്ടി ഉണർത്തിയിട്ടും പ്രാർത്ഥിക്കാൻ കഴിയാതെ ശാരീരിക ക്ഷീണം കൊണ്ട് മറിഞ്ഞും തിരിഞ്ഞും ഉറങ്ങുന്ന വ്യക്തികളിനകത്ത് ഇരിപ്പുണ്ടോ? ഗുപ്തമായ ചില ദൂതുകളെ വെളിപ്പെടുത്തുവാൻ രാത്രി നിങ്ങളെ തട്ടി ഉണർത്തുമ്പോ ചില അനർത്ഥങ്ങളെ കുറിച്ച് ചിലതിനെ ദൈവാത്മാവ് കൈമാറ്റം ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ കുറുക്കം വലിക്കരുത്. എഴുന്നേക്ക്, ഉറക്കത്തെ ഒന്ന് മാറ്റേ. അതിത്തിരി താമസിച്ചാ കിടന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉറങ്ങട്ടെ. നോ, ദൈവാത്മാവ് തട്ടി ഉണർത്തുമ്പോൾ എഴുന്നേറ്റ അനർത്ഥങ്ങൾ വഴിമാറിപ്പോകും, നിലവിളികൾ വഴിമാറിപ്പോകും. നിന്റെ ഭവനത്തിനെതിരെ സംഹാരകൻ വാടകോര നിൽക്കുമ്പോൾ നീ എഴുന്നേറ്റ് സ്തോത്രം ചെയ്താൽ മതിയതേ. വിശാൽ നിൽക്കാൻ പറ്റുകയില്ല. ഇവിടെ അർദ്ധരാത്രിയിൽ അർദ്ധരാത്രിയിൽ കിടന്ന് ഉറങ്ങിയിട്ട് അവിടെ വായിക്കുന്നു, അർദ്ധരാത്രിയിൽ എഴുന്നേറ്റു. ആരും ചെയ്യാത്തത്, ആരെങ്കിലും ചെയ്യുന്നതല്ല, ദൈവം പറയുന്ന ഒരു ദൂത. ആരും ചെയ്യാത്ത, ആർക്കും ഇതുവരെ വെളിപ്പെടുത്തി കൊടുക്കാത്ത, ആരുടെ ബുദ്ധിയിലും വരാത്ത, ആരും പ്ലാൻ ചെയ്യാത്ത ചിലതിനെ നിങ്ങളിലൂടെ ചെയ്തെടുക്കുവാൻ പരിശുദ്ധാത്മാവിന് ആഗ്രഹമുണ്ട്. വിധേയപ്പെടുത്തി കൊടുക്കുന്ന ഇതിനകത്തുണ്ട്. അതിന് ജാതി ദൈവത്തിന് പ്രശ്നമല്ല, വിദ്യാഭ്യാസ ദൈവത്തിന് പ്രശ്നമല്ല, മതം ദൈവത്തിന് പ്രശ്നമല്ലെന്നേ. സൗന്ദര്യ ദൈവത്തിന് പ്രശ്നമല്ല, സ്ത്രീയാണോ പുരുഷനാണോ ദൈവത്തിന് പ്രശ്നമല്ല. പക്ഷെ ഒറ്റ കണ്ടീഷൻ, വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തരായി നിന്ന ദൈവം നിങ്ങളിലൂടെ ഫെലിസ്ത്യനെ വിറപ്പിക്കത്തക്കവണ്ണം വാക്കുകളുണ്ടോ? നീ എന്ത് ചെയ്യണം? അവനെ വശീകരിക്കണം. അർദ്ധരാത്രി ഉണർന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തവനെ തളർത്തിക്കളയുവാൻ, ഒതുക്കിക്കളയുവാൻ,
എന്തേതോ ഒരു സ്ത്രീയെ വിളിച്ചിട്ട് പറയാ, നീ എന്തേണോ അവനെ വശീകരിച്ച്. ഈ വശീകരണ വലയം ഇന്നും ആത്മീയ ഗോളത്തിനകത്ത് ശക്തമായി നിൽക്കുമ്പോൾ ത്തിനകത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. വശീകരണ വലയങ്ങൾ തലമുറയെ വശീകരിക്കുന്ന ചിലത്, യെസ്, തലമുറയെ വശീകരിച്ച അബദ്ധത്തിൽ, കുരുക്കുകളിൽ, വേണ്ടാത്ത പ്രലോഭനങ്ങളിൽ, പ്രേമബന്ധങ്ങളിൽ കൊണ്ടുപോയി ആത്മഹത്യ ചെയ്യിപ്പിക്കത്തക്കവണ്ണം ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. ആത്മാവിൽ പോരാടുന്ന ഒരു അഭിഷേകത്തിന്റെ പ്രാർത്ഥനയുടെ ശബ്ദമായി നിൽക്കുക. ദൈവ രാത്രി കൈമാറുകയാ. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്ന ഐഡിയസ് കണ്ടോ? ഉണർന്നവനെ വശീകരിക്കാൻ വേണ്ടി ശക്തിയോടെ നിന്നവനെ, ആത്മാവ് വന്നപ്പോൾ അഭിഷേകത്തോടെ നിന്നപ്പോൾ വീര്യകൃത്യങ്ങൾ ചെയ്തവൻ. ഓ, അധ്യായങ്ങൾ മുന്നിലോട്ടുള്ള അധ്യായങ്ങൾ വായിക്കാൻ അറിയാവുന്ന ഭാഗമാ. തന്റെ മേൽ സമയാസമയങ്ങളിൽ അല്ലെങ്കിൽ കയ്യിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അവന്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷേ മുന്തിരിത്തോട്ടത്തിനകത്ത് കയറി വന്ന ബാലസിംഹത്തെ അവനൊരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. വേറൊരു ഭാഗത്ത് കയ്യിൽ ഉണ്ടായത് എന്താ? പച്ചക്കഴുതയുടെ താടിയല്. ആ താടിയിൽ എന്തെങ്കിലും കഴിവുണ്ടോ? ഒരു വാഴയുടെ മൂട്ടിൽ പോലും വളം വയ്ക്കാൻ ഉപയോഗമില്ലാത്തത്, വലിച്ചെറിഞ്ഞത്. ചില ദിവസങ്ങൾക്ക് മുമ്പേ ഏതോ ഒരു മൃഗം പാവം പിടിച്ച കഴുതയെ പിടിച്ചു കാണും. എങ്ങനെയാകട്ടെ, കഴിഞ്ഞ മാംസമെല്ലാം അത് ഭക്ഷിച്ച്, ഹല്ലേലൂയ, അവസാനം ഒന്നിനും കൊള്ളാത്ത ഒരു എല്ലിൻ കഷ്ണം കൊണ്ട്, എല്ലിൻ കഷ്ണത്തിന്റെ കഴിവല്ലെന്ന്, നിന്റെ കൈയുടെ ശക്തിയല്ലെന്ന്, നിന്റെ പഠിത്തമല്ലെന്ന്, നീ നിന്നത് കൊണ്ട് നിന്നെ ഉപയോഗിച്ചതാ. എത്ര പേര് ദൂത് ഏറ്റെടുക്കുന്നു? കയ്യിൽ ഒന്നും വേണ്ട. ഓ, ദൈവം തന്ന അഭിഷേകമുണ്ടോ? ദൈവം തന്ന കൃപയുണ്ടോ? മൺപാത്രത്തിലാണ് പകർന്നിരിക്കുന്നത്. അതിനെ ഉടച്ചു കളയരുത്. നിന്റെ വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട്, സംസാരം കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് ആ മൺപാത്രത്തിനെ പകർന്നിരിക്കുന്ന ദൈവശക്തിയെ വശീകരിച്ച്, അതൊന്നുമല്ല എന്റെ വിഷയം, അവന്റെ മഹാശക്തി. നിങ്ങളുടെ ബൈബിളിനകത്ത് ആ പദം ഉണ്ടോ? ഒന്ന് നോക്കിക്കേ. അവന്റെ മഹാശക്തി. ക്രിസ്ത്യവർക്കന്മാർക്കും കിട്ടിയ വെളിപ്പാടാ ഞാൻ പറയുന്നത്. നമ്മുടെ മേലുള്ള ശക്തിയെ കുറിച്ച് നമുക്ക് പലപ്പോഴും എന്തില്ല, കാഴ്ചപ്പാടില്ല. പക്ഷെ ശത്രു പറയുന്ന ഒരു വാക്ക് കണ്ടോ? ഹല്ലേലൂയ, അവന്റെ മേലൊരു മഹാശക്തി ഉണ്ട്. ഇന്ന് രാത്രിക്കാലം ഇതിനകത്തിരിക്കുന്ന ദൈവമേ, നിന്റെ മേലൊരു മഹാശക്തി വെളിപ്പെടുന്നുണ്ട്. നിന്റെ വാക്കിന്റെ മേല് അത് വെളിപ്പെട്ടാൽ ഭൂതങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ലെന്ന്. നിന്റെ നോട്ടത്തിന്റെ മേൽ അത് വെളിപ്പെട്ടാൽ രോഗികൾ സൗഖ്യമാകുന്നേ. നിന്റെ വിരൽ തുമ്പുകൾ അത് വെളിപ്പെട്ടാൽ, നീ കൈ വയ്ക്കുമ്പോൾ ചിലർ ചാരിയങ്ങൾക്കുമെന്ന്. ഈ മഹാശക്തി അകത്തു വ്യാപരിക്കുന്ന ദൈവമക്കൾ പ്രതികരിച്ചോ? ശത്രു പറയുക, അവന്റെ മേലുള്ള മഹാശക്തി ഏതിലെന്നും കണ്ടോ? എന്നിട്ട് തീർന്നില്ല, ഞങ്ങൾ അവനെ പിടിച്ചു കെട്ടി ഒതുക്കേണ്ടതിന്. ശരി തന്നെ, അർദ്ധരാത്രിയിൽ ആരും ചെയ്യാത്ത പ്രവർത്തികൾ ശരി തന്നെ. പക്ഷേ അവൾ ചിലത് ചെയ്യാൻ തയ്യാറായപ്പോൾ അപ്പുറത്ത് പൈശാചിക ശക്തികളെല്ലാം ഒരുമിച്ച് വട്ടം കൂടി. ഫെലിസ്ത്യ പ്രമുഖന്മാർ, യെസ്, ശുശ്രൂഷക്കെതിരെ, അഭിഷേകത്തിനെതിരെ അടുത്തൊരു തലത്തിലേക്ക് വിടാതെ വേണം വട്ടം കൂടി നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവശക്തിയെ ഒതുക്കിക്കളയുക പദ്ധതി ഇടുമ്പോൾ കൃത്യങ്ങൾ ചെയ്ത ശിംശോന്റെ മുന്നിൽ വന്ന ആ സഹോദരിയെ ഇവർ പണം മേടിച്ചിട്ട് വന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോയി. ചിരിച്ചുകൊണ്ട് ചിലത് വരും, മോഹന വാക്കുകൾ പറഞ്ഞു വരും, വശീകരണ വാക്കുകൾ പറഞ്ഞു വരും, തേനേ പാലേ ചക്കര എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷെ അകത്ത് നിങ്ങളുടെ മേൽ ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, അതിനെ വിവേചിക്കണം. എല്ലാം ഹല്ലേലൂയ ശരിയാണെന്ന് പറഞ്ഞ് എല്ലാത്തിനും മുമ്പേ കൊണ്ട് തല വെച്ചു കൊടുക്കരുതേ. എല്ലാം പ്രവചനമല്ല, എല്ലാം ദൂതല്ല. ദൂതന്റെ വേഷം കെട്ടി നല്ല ക്ലിയർ ആയിട്ട് പ്രവചിക്കുന്നവരുണ്ടെന്നേ. അത് അവസാന ദിവസങ്ങളിലെ അന്ത്യകാലത്തിലെ ലക്ഷണങ്ങളൊന്ന കള്ളപ്രവാചകന്മാർ. ഹല്ലേലൂയ, പ്രവചനം തുച്ഛീകരിക്കരുത്, പ്രവചനം വരം വാഞ്ചിപ്പി. പക്ഷെ ഇന്ന് എല്ലാവർക്കും പ്രവചനം മതിയെന്നേ, വചനം വേണ്ട. വചനത്തിനകത്ത് പ്രവചനം ഉണ്ടെന്നേ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ, ഈ വചനത്തിനകത്ത് പ്രവചനം കടുപ്പുണ്ട്. ഇത് നമുക്ക് ദൈവം നമ്മുടെ കയ്യിൽ സൗജന്യമായി തന്നിരിക്കുമ്പോ ഇത് തുറക്കാനോ വായിക്കാനോ സമയമില്ലാതെ പ്രവാചകന്മാർ
ഞാൻ ഒന്നും തെറ്റു പറയുന്നതല്ല പ്രിയമുള്ള, ശക്തമായിട്ട് പ്രവചിക്കുന്നവരുണ്ട്. ദൂത് കേൾക്കാൻ വേണ്ടി ഓടണ്ടെന്നേ. പുസ്തകം തുറക്ക്. അനുഭവത്തിൽ നിന്ന് പറയാ, നീറുന്ന വേദന, ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ, പല വിഷയങ്ങളുടെ നടുവിൽ ആരോടും പറയാതെ റൂമിനകത്ത് കയറി പുസ്തകം തുറന്ന് വായിക്കുമ്പോൾ ആ വചനം കൃത്യമായി ഹൃദയത്തിന്റെ അകത്ത് ഇടപെടും. അതിനകത്തൊരു ഉറപ്പ് വരും, അതിനകത്ത് ദൈവശക്തി ഉണ്ടാകും. ഈ നാളുകളിൽ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കിയിരിക്കുന്ന ഈ വചനം നമ്മുടെ കയ്യിൽ തരുമ്പോൾ, യേശു കർത്താവ് യേശു ക്രിസ്തു മരിക്കുന്നതിന് മുന്നേ താൻ പ്രവചിച്ചു, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് രാത്രികാല പ്രിയമുള്ളവരെ, നിങ്ങളെ തന്നെ നോക്കി ഒന്ന് പ്രവചിക്ക്. നിങ്ങളുടെ തലമുറ നോക്കി ഒന്ന് പ്രവചിക്ക്. എഗസ്കേൽ കാറ്റിനോട് പ്രവചിച്ചവൻ, ഓ ഹല്ലേലൂയ, ചിലത് അവിടെ സംഭവിച്ചെങ്കിൽ ഇന്ന് രാത്രികാല പ്രിയമുള്ളവരെ, ദൈവാത്മാവ് വിളിച്ചു പറയട്ടെ, അത് ചിലത് സംഭവിക്കും. തീർന്നില്ല. അവിടെ വായിക്കുമ്പോൾ, മഹാശക്തി ഏതിലെന്നും ഞങ്ങൾ അവനെ പിടിച്ചു കെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കുമെന്നും അറിഞ്ഞുകൊള്ളുക. ഞങ്ങൾ ഓരോരുത്തൻ 1100 വെള്ളിപ്പണം വീതം തരാം. കണ്ടോ, പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓരോരുത്തർ, കണ്ടോ, അവരെല്ലാം ഒരു മനുഷ്യനെ പകർന്നിരിക്കുന്ന മഹാശക്തിയെ എന്ത് ചെയ്യാൻ? ഓ, ആ ശക്തിയെ ചോർത്താൻ വേണ്ടി, ആ ശക്തിയെ നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടി അവരെല്ലാരും കൂടെ നിന്നിട്ട് പറയാ, ഞങ്ങൾ 1100 വെള്ളിപ്പണം വീതം എന്ത് ചെയ്യാം? തരാം. അവൾ ഉടനെ തന്നെ അവൾ സമ്മതിച്ചു. പണത്തിന് വേണ്ടി അഭിഷക്തനെ തകർക്കാൻ വേണ്ടി രംഗപ്രവേശനം ചെയ്ത ലോകമാകുന്ന ദലീല അവൾ സ്നേഹം നടിച്ച് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 6-ാമത്തെ വാക്യം വരുമ്പോ, നിന്റെ മഹാശക്തി ഏതിലാകുന്നു? അവൾ ആ പെലിസ്ത്യൻ പറഞ്ഞ വാക്ക് തന്നെ അവിടെ എടുത്ത് ഉത്തരിച്ച് പറഞ്ഞ, നിന്റെ മഹാശക്തി ഏതിലാകുന്നു? ഒന്ന് പറഞ്ഞു തരാമോ? അവനെ മടിയിൽ ഉറക്കി ആളയച്ചു വിളിപ്പിച്ചു. അവന്റെ തലയില് ശക്തിയുടെ ഉറവിടമാകുന്ന 7 ജട എന്ത് ചെയ്തു? ഹല്ലേലൂയ, മുറിച്ചു കളഞ്ഞു. ശക്തി അവനെ വിട്ടുപോയി. കണ്ടോ, ഉറങ്ങിയാൽ, ഒരു ദൂതാ ഞാൻ പറയാൻ വരുന്നത്, ഉറങ്ങിയാൽ പോരാ, ഉണരണം. അപ്പൊ ഉറങ്ങിയാ എന്ത് സംഭവിക്കും? ശക്തി നഷ്ടപ്പെടും. ഉറങ്ങിയാ നിന്നെ ഒതുക്കും. അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ഒതുക്കി തുടങ്ങി. ഉറങ്ങിയാൽ ദൂത, ഉറക്കം സഭയിലോ നമ്മളിലോ സംഭവിച്ച ഒന്ന്, ശക്തി നഷ്ടപ്പെടും. ഒതുക്കി തുടങ്ങി, തീർന്നില്ല, ശക്തി അവനെ വിട്ടുപോയി. കണ്ടോ, അവന്റെ മേൽ ഇരിക്കേണ്ട ശക്തി, അവന്റെ മേൽ വൻ കാര്യങ്ങളെ ചെയ്യേണ്ട ശക്തി അവനെ വിട്ടുപോയി. നമ്മൾ ഉറങ്ങിയാൽ ഇത് നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കും. ആത്മീയ ഉറക്കങ്ങൾ മാറട്ടെ, ആത്മീയ മരണങ്ങൾ മാറട്ടെ. മഹാശക്തി നമ്മുടെ മേൽ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എഴുന്നേറ്റ് ശോഭിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത് ഉറങ്ങിയ ഒരു വ്യക്തിയാണ് യോന. സാഹചര്യം അറിയാതെ അവൻ കപ്പലിന്റെ അടിത്തട്ടി കിടന്നുറങ്ങി. നമുക്ക് ആ വിഷയവും അറിയാം. അവന്റെ ഉറക്കമല്ലാത്ത ഉറക്കമായിരുന്നു. പട്ടണത്തെ ഉണർത്തുവാൻ നിയോഗമുള്ളവനായിരുന്നു അവൻ. ദൂത് പറയുവാൻ, നിലവേ പട്ടണത്തെ മടങ്ങി വരേണ്ട ദൂത് ദൈവം നേരിട്ട് കൊടുത്ത വ്യക്തിയാ. അവൻ പറഞ്ഞു, ഇനി ഞാൻ അവിടെ പോയി പറഞ്ഞിട്ടാണോ ഈ ജനം എന്നെ എന്നുള്ള കാഴ്ചപ്പാടിനൊത്തവണ്ണം അവൻ റൂട്ട് മാറ്റി. ദൈവഹിതത്തിനു വേണ്ടി പോകാതെ നിന്റെ ഇഷ്ടത്തിന് വേണ്ടി പോയ ആമേൻ. അവിടെ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, ആ നടുകടലിൽ അവനെ പൊക്കി താഴെ ഇടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. കപ്പൽ തകർന്നു. അല്ലെങ്കിൽ കപ്പലിനകത്ത് പ്രതികൂലം, ഒറ്റ വ്യക്തി മുഖാന്തരം കപ്പലിനകത്ത് ഒത്തിരി പ്രയാസങ്ങൾ നേരിടുവാനിടയായി തീർന്നു. സാഹചര്യം അറിയാതെ അവൻ ഉറങ്ങി. പക്ഷേ ആ ഉറക്കം, ഹല്ലേലൂയ, 2-ാമത്തെ വായിക്കുമ്പോൾ അയ്യംവിളിയിലേക്ക് കൊണ്ടുപോയി. അവന്റെ പ്രാർത്ഥന അയ്യംവിളിയുടെ ഒരു പ്രാർത്ഥനയായി. ഉറങ്ങിയാൽ എന്ത് സംഭവിക്കും? അവേ, നീ ഉറങ്ങിയാൽ നിന്നെ നടുകടലിൽ തൂക്കിയിടുന്നൊരു കരമുണ്ടെന്ന് നീ പ്രസംഗിക്കേണ്ട വ്യക്തിയാ, നീ ദൂത് പറയേണ്ട വ്യക്തിയാ, നീ പട്ടണത്തെ ഉണർത്തേണ്ട വ്യക്തിയാ. 1,00,000-ലധികം പറഞ്ഞ ജനത്വ എന്റെ സ്ഥലത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീ ഉറങ്ങിയാൽ ഞാൻ നിന്നെ വിടത്തില്ലെന്നേ, ഞാൻ നിന്നെ വിടത്തില്ല. നീ വിചാരിച്ചു അങ്ങ് പെട്ടെന്ന് പോയി കാര്യം സാധിച്ചു വരാമെന്ന്. പക്ഷെ ഇല്ല ഇല്ല ഇല്ല, നീ പോകേണ്ടടുത്ത് നീ തന്നെ പോകണം. നിന്നിലൂടെ ആ ഉണർവ് അവിടെ സംഭവിക്കേണ്ടത്. യെസ്, നിങ്ങൾ പോകേണ്ട സ്ഥലത്ത് നിങ്ങളെ ദൈവം അയക്കാൻ പോകുക. മറ്റൊരു വ്യക്തിയല്ല, ഏൽപ്പിച്ചുകൊണ്ട് ചിലരെ യാത്രയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഉത്തേജിപ്പിക്കുക. ഇതാളുകളിൽ ഒരിടം കൊണ്ട് ഒതുങ്ങത്തില്ല. ജനങ്ങൾ മാനസാന്തരപ്പെട്ടതുപോലെ അതുപോലുള്ള പട്ടണങ്ങളിലേക്ക് ഒരു യോനയെ പോലെ
ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുക. സുവിശേഷം 13-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിനകത്ത് വരുമ്പോൾ അവിടെ ഉറങ്ങുമ്പോൾ ശത്രു വരുന്നു, കള വിതയ്ക്കപ്പെടുന്നു. ഉറങ്ങിയാൽ ആര് വരും? ശത്രു വരും. ശത്രുവിന്റെ പ്രത്യേകത എന്താ? അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിപ്പാനും വിലപിടിപ്പുള്ളതിനെ കവർന്നെടുക്കുവാൻ വേണ്ടി അലർന്ന സിംഹം എന്ന പോലെ ശത്രു ഊടാടി സഞ്ചരിക്കുമ്പോൾ അവന് ഉറക്കമില്ല. കള വിതച്ചിട്ട് പോകും. ഉണർന്നു നോക്കുമ്പോൾ അതിൽ അറിയാൻ പറ്റത്തില്ല. കളയേത് നല്ലതാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഉറങ്ങരുത്. അതുകൊണ്ട് കള വിതച്ചിട്ട് പോകും. നല്ല ധാന്യമണികളെ വിതറിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണം. അവൻ അപ്പുറത്ത് നിപ്പുണ്ട്. അതാണ് ആത്മദൃഷ്ടികളെ തുറന്നേ. അവൻ നിപ്പുണ്ട്. അവൻ അവിടെ നിൽക്കുമ്പോ നീ ഇവിടെ കുറുക്കം വലിച്ചാൽ അവൻ തക്കം പാർത്ത് അകത്ത് കയറി അവൻ എന്ത് ചെയ്യും? കള വിതച്ചിട്ട് പോകും. പിന്നെ അത് പിഴുതുകളെ പാടന്നേ. ശത്രു വരും. തീർന്നില്ല. ഹല്ലേലൂയ. ശത്രു വരിക മാത്രമല്ല, കള വിതയ്ക്കും. അടുത്ത് മത്തായി സുവിശേഷം 26:40-41 വാക്യം പറയുമ്പോൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പി. ഉറങ്ങിയാൽ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടും. പത്രോസിനോടും ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാക്കാ. താൻ പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു പോകുമ്പോൾ 3 ശിഷ്യന്മാരെ കൊണ്ടുപോയിട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിപ്പി. എന്റെ കർത്താവ് ഭൂമിയിലായിരിക്കും അവസാനമായി പ്രാർത്ഥിച്ച വാചകം, പിതാവേ കഴിയുമെങ്കിൽ പാനപാത്രങ്ങളിൽ നിന്ന് നീക്കണമെന്ന് പറഞ്ഞ് ഉള്ളുരുകി മനസ്സുരുകി തന്റെ വീർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി വീഴുമ്പോൾ ഒന്നും അറിയാതെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയവർ സുഖമായി ഉറങ്ങുകയാണ്. ആരെല്ലാം നിന്നെ തള്ളി പറഞ്ഞാൽ ഞാൻ നിന്നെ തള്ളി പറയത്തില്ല, ആരെല്ലാം അങ്ങ് വിട്ടുപോയാൽ ഞാൻ അങ്ങ് വിട്ടുപോകത്തില്ലെന്ന് പറഞ്ഞ പത്രോസേ, കോഴി കൂന്നൊരു മുന്നേ നീ എന്നെ 3 വട്ടം തള്ളി പറയും. അവൻ ചിതറിപ്പോയി. അവൻ എന്റെ കർത്താവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞു. ഉണ്ടോ? പരീക്ഷയിൽ അകപ്പെട്ടില്ലേ? ഉറങ്ങുന്ന ദൈവ പൈതലേ, നിന്നെ ഉറങ്ങാനല്ല ദൈവം വിളിച്ചത്. വലിയ ദൗത്യം നമ്മുടെ കരങ്ങൾ ഇരിക്കുക. എല്ലാവരും കുറുക്കം വലിക്കുമ്പോൾ നിങ്ങൾ എഴുന്നേക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം. ആ വാക്ക് കണ്ടോ? എപ്പോഴെന്നും ടൈം പറയുന്നില്ല, സദാകാലം. ആ വാക്കൊന്ന് വരയിട്ട് വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചാൽ നന്നായിരിക്കും. സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പി. ഈ മീറ്റിംഗിനകത്ത് കടന്നു വന്ന നിങ്ങളോട് ആമേൻ ദൈവാത്മാവിന് പറയാനുള്ള ദൂത് ഇങ്ങനെയാണ്. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാ ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ കണ്ടോ, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാൻ പോവുക. അവിടെ പറയുന്നു, ആ മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലം കണ്ടോ ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പി. അവന്റെ വരവിൽ നമ്മൾ നിൽക്കേണ്ടവരാ. നിങ്ങളെ പ്രാപ്തരാക്കുവാൻ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ദൈവദാസന്മാരെ ദൈവമക്കളെ വിളിച്ച് ആത്മീയമായ ദൂതുകളെ കൈമാറുന്നത് എങ്ങനെ? ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഇവിടെ വചനം പറയുന്നു, സദാകാലം 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 ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പി. അതുകൊണ്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കാൻ പറഞ്ഞ ഉദ്ദേശം എന്താ? ഹല്ലേലൂയ. മനുഷ്യപുത്രന്റെ മുമ്പിൽ, വരവിന്റെ മുമ്പിൽ നിൽക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് എപ്പോഴും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കണ്ണുനീരോടും പ്രാർത്ഥനയോടും ആയിരിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്കിനി അധികം ഉറങ്ങുവാൻ സമയമില്ല. ദൈവം തന്ന കൃപകൾക്കൊത്തവണ്ണം ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നമ്മൾ ആയിരിക്കുന്ന ദേശങ്ങളിൽ നമ്മളെ കൊണ്ട് വലിയ കാര്യങ്ങളെ ചെയ്യിപ്പിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു.